ഗുഡ് മോർണിംഗ്. ഇനി നമുക്ക് ഈ ക്ലാസ്സിലൊരു പ്രോബ്ലം നോക്കാം. എ വേരിയബിൾ ടേക്സ് വാല്യൂസ് എ ആർ സ്ക്വയർ എക്സെട്ര AR⁻n-1 ഈച്ച് വിത്ത് ഫ്രീക്വൻസി യൂണിറ്റി. ഒരു വേരിയബിളാണ്, ഏതൊരു വേരിയബിൾ എക്സോ വൈയോ ആ വേരിയബിളിൽ വരുന്ന വാല്യൂസാണ് എ, പിന്നെ അടുത്ത വാല്യൂ AR വരുന്നു, എക്സ്ട്രാ അങ്ങനെ ഓരോ AR⁻n-1 ലാസ്റ്റ് വാല്യൂ. ഓരോന്നിൻ്റെയും ഫ്രീക്വൻസി എന്താണ്? 1 ആണ്. യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഇഫ് AG ആൻഡ് HR റെസ്പെക്റ്റീവ്ലി ദ AM, GM ആൻഡ് HM, അതായത് A ഡിനോട്ട് ചെയ്യുന്നത് AM എന്നുള്ള അരിത്തമെറ്റിക് മീനാണ്, G എന്നത് GM ആണ്, ജോമെട്രിക് മീനാണ്, H എന്നുള്ളത് ഹാർമോണിക് മീനാണ്. അങ്ങനെയാണെങ്കിൽ A എന്നത് A ഈക്വൽ ടു A എന്ന് പറഞ്ഞാൽ ഇനി AMന് നമ്മൾ A എന്നേ പറയുള്ളൂ. അങ്ങനെയാണെങ്കിൽ A എന്നത് A ഇൻറ്റു 1 - R⁻n ബൈ N ഇൻറ്റു 1 - R ആണെന്നും G എന്നുള്ളത് AR⁻n-1 ബൈ 2 എന്നാണെന്നും H എന്ന് പറയുന്നത് AN 1 - R⁻n-1 R ബൈ 1 - R⁻n ആണെന്നും പ്രൂവ് ചെയ്യണം. A പറഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ, G എന്ന് പറഞ്ഞാൽ ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, H. ഇതിൻ്റെ ഇക്വേഷൻസ് എന്താണ്, എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഫസ്റ്റ് ലെസൺസിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് A എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ. ഇനി ഇത് അരിത്തമെറ്റിക് മീൻ എന്ന് പറയില്ല, അല്ലെങ്കിൽ A ഒന്നും യൂസ് ചെയ്യില്ല. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ ആണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്, ഒബ്സർവേഷൻസിനെ എല്ലാം ആഡ് ചെയ്ത് നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒബ്സർവേഷൻസ് ഇവിടെ ഏതാ AR അതാണ്. അപ്പോൾ എല്ലാം ആഡ് ചെയ്യുക. A പ്ലസ് AR പ്ലസ് AR സ്ക്വയർ പ്ലസ് AR⁻n-1 ഓൾ ഡിവൈഡ് ബൈ എത്ര ഉണ്ട് നമുക്ക് ഇവിടെ n-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എയുടെ റേസ് ടു പവർ 0 ആണ്, ആറിൻ്റെ പവർ 0 ഉണ്ടാവുമ്പോൾ മൊത്തം n ടേംസ് ഉണ്ട്, മൊത്തം n ടേംസ് വരും. കാരണം ഇവിടുന്നാണ് 1 തുടങ്ങുന്നത് അല്ലേ, R⁻1 R⁻2. അപ്പോൾ ഇത്ര വരെ n-1 ടേംസ് ഉണ്ട്. പിന്നെ 7 ടേംസ് ആകുമ്പോൾ n ടേംസ് ആയി. അപ്പോൾ എന്ത് വരും അല്ലേ, എല്ലാവരിലും A ഉണ്ട്. അപ്പോൾ A പുറത്തേക്ക് എടുത്തു മുകളിലത്തെ ടേമുകളിൽ നിന്ന്. പിന്നെ ബാക്കി ഉള്ളിലുള്ള എന്താണ് 1. സെക്കൻഡ് ടേമിൽ A പുറത്തെടുത്ത് കഴിഞ്ഞാൽ 6 ഉണ്ട്. തേർഡ് ടേമിൽ A പുറത്തെടുത്ത് കഴിഞ്ഞാൽ R² ഉണ്ട്, എക്സെട്ര R⁻n-1 ഓൾ ഡിവൈഡ് ബൈ n. ദാറ്റ് ഈസ് A ഇൻറ്റു ഈ 1 + R + R² + എക്സെട്ര + R⁻n-1 എന്താ 1 - R⁻n ബൈ 1 - R ആണ്. അതൊക്കെ നമ്മൾ പണ്ട് ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളാണ്, അതൊന്ന് ഓർത്ത് വയ്ക്കണം. ഒരു 10th പഠിച്ചിട്ടുണ്ടാവും അല്ലേ. 1 + R + R², അത് കോമൺ റേഷ്യോ എന്താണ്, 6 കൂടിയിട്ടല്ലേ പോണത്. ഫസ്റ്റ് 1, സെക്കൻഡ് ടേം എന്താണ് ഒരു 6 മൾട്ടിപ്ലൈ ചെയ്യുന്നു, തേർഡ് ടേം വീണ്ടും ഒരു 6 മൾട്ടിപ്ലൈ ചെയ്ത് R² അല്ലേ. അപ്പോൾ കോമൺ റേഷ്യോ 6 ആണ്. ഒരു സമാന്തര ശ്രേണി എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് അങ്ങനെ സമ്മേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെന്താണ് 1 മൈനസ് എത്രയാണോ ഇവിടെ ആഡ് ചെയ്ത് പോകുന്നത്. ഇവിടെ ഫസ്റ്റത്തെ ടേമിൽ 6 മൾട്ടിപ്ലൈ ചെയ്ത് R² 6 കിട്ടി, പിന്നെ ഒരു 6 മൾട്ടിപ്ലൈ ചെയ്ത് R². അപ്പോൾ 6 ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പോകണം ഓരോ ടേമിലും. അപ്പോൾ ആ ടേം ഏതാ നോക്കുക, എങ്ങനെ എഴുതും, 1 - R⁻n അല്ലേ ബൈ 1 - R. ഈ രീതിയിലാണ് ഇത് എഴുതുക. അപ്പോൾ എന്തായി, n ഓൾറെഡി n ഇവിടെ ഉണ്ട്, എയും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ തന്നെ ആയിരുന്നില്ലേ, ഇതന്നെയല്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് A എന്നുള്ളത് പ്രൂവ് ചെയ്തു. ഇനി സെക്കൻഡ് ജോമെട്രിക് മീൻ കണ്ടുപിടിക്കും. ജോമെട്രിക് മീൻ്റെ ഇക്വേഷൻ എന്താ, എല്ലാ ടേംസും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു റൂട്ടിൻ്റെ ഉള്ളിൽ, വേറെ nth റൂട്ട് എത്ര ടേംസ് ഉണ്ടോ അത്രാമത്തെ റൂട്ട് എടുക്കും അല്ലേ. അപ്പോൾ nth റൂട്ട് ഓഫ് A ഇൻറ്റു AR ഇൻറ്റു എക്സെട്ര AR⁻r അല്ലെ AR⁻n-1. ഈ nth റൂട്ടിനെ എങ്ങനെ എഴുതാം, പവറിലാക്കി എഴുതാം, 1/n ആക്കിയിട്ട് എഴുതാം. ഒക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ ⁻² ആണ്, ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ⁻�3 ആണ്. അപ്പോൾ nth റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ⁻1/n ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, ഇനി എല്ലാ ടേമിലും ഇതിലെല്ലാം A കോമൺ ആണ്. എത്ര A ഉണ്ടായിരിക്കും, എല്ലാവരിലും A കോമൺ ആണ്. ഓക്കെ, അപ്പോൾ ആ A പുറത്തേക്ക് എടുത്തു അല്ലേ. എല്ലാ ടേംസിലും ഉണ്ട്. അപ്പോൾ AN ആണ് എടുക്കേണ്ടത്. ഫസ്റ്റിൽ നിന്ന് ഒരു A വരും, സെക്കൻഡിൽ നിന്ന് ഒരു A വരും, തേർഡിൽ നിന്ന് ഒരു A വരും അല്ല. ഇവിടെ ഇൻറ്റു ആണ്, അതുകൊണ്ട് അല്ലേ എത്ര എല്ലാവരിൽ നിന്നും A പുറത്തേക്ക് എടുക്കുമ്പോൾ എത്ര ടേംസ് ഉണ്ടാവും, AN പുറത്ത് വരും. പിന്നെ ബാക്കിയുള്ളത് എന്താ, 6, ഫസ്റ്റ് ഒരു 6 ഉണ്ടാവും, പിന്നെ ഒരു R² ഉണ്ടാവും, പിന്നെ ഒരു R³ ഉണ്ടാവും, പിന്നെ R⁻n- ഉണ്ടാവും. അപ്പോൾ
ആറിൻ്റെ കുറേ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരേ ടേംസിൻ്റെ ഒരുപാട് മൾട്ടിപ്ലിക്കേഷൻ വരികയാണെങ്കിൽ അതിൻ്റെ പവറെല്ലാം ഒരുമിച്ച് എഴുതാൻ നമുക്കറിയാം അല്ലേ. അപ്പോൾ എ റൈസ് ടു എക്സ് എ റൈസ് ടു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം, എ റൈസ് ടു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം അല്ലേ. പവറിൽ എ റൈസ് ടു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. അതേപോലെ ആറിൻ്റെ ആർ റൈസ് ടു 1 ആർ റൈസ് സ്ക്വയർ ആർ ക്യൂബ് എക്സെട്ര ആർ റൈസ് ടു n മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെഴുതാം നമുക്ക്, ആർ റൈസ് ടു 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് എന്ത് വരും, n മൈനസ് 1 ടേംസ് വരും, n മൈനസ് 1 ടേംസ് വരും. ഹോൾ റൈസ് ടു n അവിടെ ഉണ്ട് കേട്ടോ. ഇനി ഈ റൈസ് ടു n/n നമ്മൾ കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നു, രണ്ടിനും കൊടുക്കുന്നു. ഈ റൈസ് ടു n/n ഇത് രണ്ടിൻ്റെയും മൊത്തം ഹോൾ റൈസ് ടു 1/n ആണല്ലോ. അപ്പോൾ എ റൈസ് ടു എന്നിന് ആ 1/n കൊടുക്കുമ്പോൾ എന്തായിട്ട് പോകും, എ റൈസ് ടു n ഹോൾ റൈസ് ടു 1/n വരും. ദാറ്റ് ഈസ് എ റൈസ് ടു n ഇൻറ്റു 1/n. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് എ എന്ന് വരും, എന്നും ക്യാൻസൽ ചെയ്തിട്ട് എ ആവും. ഇവിടെ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, n ഇൻറ്റു n മൈനസ് 1/2 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ്. n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. ഇവിടെ n മൈനസ് 1 ടേംസ് ഉള്ളൂ. അപ്പോൾ n ഇൻറ്റു n മൈനസ് 1/2 ആവും അല്ലേ. അപ്പോൾ എന്തായിരിക്കും, ആർ റൈസ് ടു n ഇൻറ്റു n മൈനസ് 1/2 എന്ന് വരും. ഹോൾ റൈസ് ടു 1/n വരും. ആ 1/n ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ ആ n ക്യാൻസൽ ചെയ്തിട്ട് എന്താവും, ആർ റൈസ് ടു n മൈനസ് 1/2 ആയിട്ട് വരും. ഈ n ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. അപ്പോൾ ആർ റൈസ് ടു n മൈനസ് 1/2 ആവും. ഇതാണ് നമുക്ക് ജോമെട്രി മീൻ ആയിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ. ഇനി ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നോക്കാം. ഹാർമോണിക് മീൻ്റെ ഇക്വേഷൻ എന്താ, ജസ്റ്റ് നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. അതിനെ സിംപ്ലിഫൈ ചെയ്യാനുള്ളൊരു ലോജിക്ക് നമുക്ക് ഉണ്ടായിരിക്കണം, അത്ര മാത്രമേ ഇവിടെ വേണ്ടൂ. നെക്സ്റ്റ് ഹാർമോണിക്കിൻ്റെ ഇക്വേഷൻ എന്താ വരുന്നത്, ഹാർമോണിക് ഇക്വേഷൻ n/, എത്ര ടേംസ് ഉണ്ട്, n ടേംസ് ഉണ്ട്. അപ്പോൾ n/, ഓരോ ടേംസും 1/, ആയിട്ട് എഴുതുക. അങ്ങനെയല്ലേ നമ്മൾ അവിടെയും ചെയ്തത്, n/1/x1 പ്ലസ് 1/x2 എന്ന രീതിയിലാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ n/1/a പ്ലസ് സെക്കൻഡ് ടേം 1/ar പ്ലസ് തേർഡ് ടേം 1/ar സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടേം 1/ar റൈസ് ടു n മൈനസ് 1 അല്ലേ. ദാറ്റ് ഈസ് n ഡിവൈഡഡ് ബൈ എല്ലാവരിലും എന്തുണ്ട്, 1/a ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പുറത്തെടുക്കണം, ഒരു 1/a പുറത്തേക്ക് എടുക്കാം. ബാക്കി ഉള്ളിൽ എന്ത് വരും, ഫസ്റ്റ് ടേമിൽ 1/a പുറത്തെടുത്താൽ 1 വരും, സെക്കൻഡ് ടേമിൽ 1/r ഉണ്ടാവും, തേർഡ് ടേമിൽ 1/r സ്ക്വയർ ഉണ്ടാവും, ലാസ്റ്റ് ടേമിൽ 1/r റൈസ് ടു n മൈനസ് 1 ഉണ്ടാവും അല്ലേ. ഇനി എ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താവും, n a ആയിട്ട് മാറും അല്ലേ. 1/a റെസിപ്രോക്കൽ എടുത്ത് മുകളിലേക്ക് പോകുമ്പോൾ അത് n a ആയിട്ട് വരും. പിന്നെ നേരത്തെ പറഞ്ഞ അതേപോലെ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ നോക്കി നോക്കുക. ഇവിടെ നേരത്തെ ഞാൻ ഫസ്റ്റ് പറഞ്ഞു r1 പ്ലസ് r പ്ലസ് r സ്ക്വയർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, കോമൺ റേഷ്യോ r ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോവാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 1/r, തേർഡ് ടേം 1/r കൂടെ വീണ്ടും 1/r മൾട്ടിപ്ലൈ ചെയ്ത് 1/r സ്ക്വയർ കിട്ടി. ഈ 1/r സ്ക്വയർ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് 1/r ക്യൂബ് കിട്ടും. അപ്പോൾ 1/r ആണ് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. അപ്പോൾ നേരത്തെ അതേ ഇക്വേഷൻ, ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് വരും, 1/r അല്ല ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും, 1/r ആണ് അല്ലേ. 1/r ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 1/r ഓൾ റൈസ് ടു n ബൈ 1 മൈനസ് r എന്ന് വരും. ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി എപ്പോഴും. ഇത് നിങ്ങൾ പഠിച്ച കാര്യമാണ്, കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടായിരിക്കണം. ഇനി അത് സിംപ്ലിഫൈ ചെയ്ത് എന്ത് കഴിഞ്ഞാൽ n മുകളിൽ വരും, 1 മൈനസ് 1/r റൈസ് ടു n, ഓക്കെ. പിന്നെ താഴെ 1 മൈനസ് 1/r വരും അല്ലേ. ദാറ്റ് ഈസ് n/a ഹോൾ ഡിവൈഡഡ് ബൈ വരും, സിംപ്ലിഫൈ ചെയ്യുക അല്ലേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത്, r റൈസ് ടു n മൈനസ് 1/r റൈസ് ടു n വരും. താഴെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ വരും, ക്രോസ് മൾട്ടിപ്ലൈ അറിയാമല്ലോ, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് താഴത്തി പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അല്ലേ 1r മൈനസ് 1/r എന്ന് വരും. ഇനി എന്ത് ചെയ്യുക, ഇതിനെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇത് r മുകളിൽ വരും, r മൈനസ് 1 താഴെയാവും. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതല്ല, ക്യാൻസൽ ചെയ്യുക അല്ലേ. ഈ r താഴത്തേക്ക് കൊണ്ടുപോയി, r താഴത്തേക്ക് കൊണ്ടുപോയി അവിടെ rn മൈനസ് 1 ആവും അല്ലേ. അതൊക്കെ ലോജിക്കൽ സ്റ്റെപ്പാണ്, നമ്മളൊരുപാട് പഠിച്ച കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ഈസിയായി ചെയ്യാവുന്നതാണ്, കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ എന്ത് വരും, n/a അല്ലേ, n/a മുകളിലുണ്ട്. പിന്നെ എന്ത് ചെയ്യും, ഈ താഴെ കിടക്കുന്ന ടേം റെസിപ്രോക്കൽ എടുക്കുമ്പോൾ വീണ്ടും എന്ത് പോകും, മുകളിലേക്ക് പോകും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, n/a r റൈസ് ടു n മൈനസ് 1 r മൈനസ് 1 ബൈ rn മൈനസ് 1 വരും. ഇനി എന്ത് ചെയ്യണം, നമ്മൾ അതിനൊന്ന് ഓർഡറാക്കി എഴുതണം എന്ന് മാത്രം അല്ലേ. അത് വരും n/a ഫസ്റ്റ് ടേം, rn മൈനസ് 1 സെക്കൻഡ് ടേം,
ആർ മൈനസ് വണ്ണിനെ ഒരു മൈനസ് പുറത്തേക്ക് എടുത്തിട്ട് 1 മൈനസ് ആർ ആക്കി എഴുതി. 1 മൈനസ് ആർ ഒക്കെ എഴുതുമ്പോൾ ഒരു മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് ആർ ആവുമല്ലോ. താഴെ ആർ റേസ് ടു എൻ മൈനസ് വണ്ണി എന്ത് ചെയ്തു, ഒരു മൈനസ് പുറത്തെടുത്തിട്ട് 1 മൈനസ് ആർ റേസ് ടു എൻ മൈനസ് ഉണ്ടായി. അപ്പോൾ ഈ മൈനസ് എന്തായിട്ട് പോകും, ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കിയുള്ള ടേംസാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട. ഇതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതും ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ജസ്റ്റ് ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചതിൽ എഴുതിയതിന് ശേഷം നമ്മൾ ലോജിക്കൽ എല്ലാ സ്റ്റെപ്സും മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടാവുന്നതാണ്.